ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അൽക്കോർ പാർക്കിലോട്ടുള്ളൊരു യാത്രയാണ്. സോ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, വാറ് കാര്യങ്ങളൊക്കെ കൊണ്ട് പൂട്ടിക്കിടക്കായിരുന്നു. പിന്നെ ഓപ്പൺ ആയപ്പോൾ ഒന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വെച്ചതാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു പ്ലേ ഗ്രൗണ്ടും ആൻഡ് മൃഗങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഹായ് ഗായ്സ്, ആരെങ്ങനെ കരയണേ? അത്യാവശ്യം വലിയ പാർക്കായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് എല്ലായിടത്തും നടന്നെത്തുകയും ഉണ്ടായിരുന്നില്ല. നൈനുവിനോട് ആനനെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അവൾ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം അവൾക്കിങ്ങനെ കുറേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി ചാടി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാറ്റുണ്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് ഇങ്ങനൊരു ആർച്ചിലേക്കായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, വേഗം വാ, ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അടുത്ത് ചെന്നപ്പോഴാണ് ബെയറിനെ കണ്ടത്. എൻ്റെ പൊന്നേ, എന്ത് വലിയ മൃഗമായിരുന്നു എന്നറിയാമോ. അതിങ്ങനെ കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം ഗ്ലാസ്സിലാണ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഗ്രില്ല് ഗേറ്റ് കുറച്ച് അകലെ എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ, ഇതങ്ങനെയല്ല, തൊട്ടടുത്ത് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. ഞാൻ അവളോട് അതെങ്ങനെ കരയണേന്ന് വെച്ചപ്പോൾ അവൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചതാണ് കണ്ടത്. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കുറേ ചീറ്റ, പുലി, അങ്ങനെ കുറേ ടൈപ്പ് ഇതൊക്കെ കണ്ടിട്ടോ. അതൊക്കെ ഇങ്ങനെ അടുത്ത് തന്നെ, നമുക്ക് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ കാണാം. ശരിക്കും ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ആ മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നൈനു ആണെങ്കിൽ അത്രയും നേരം ഓടിച്ചാടി നടന്നിട്ട് പിന്നെ ഇതൊക്കെ കണ്ട് പേടിച്ച് ചേട്ടന് മേത്തേക്ക് കയറി. പിന്നെ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ടൈഗർ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞാൻ നൈനു എങ്ങനെയാണ് വെള്ളം കുടിക്കണേ? എങ്ങനെയാണ് നോക്കട്ടെ. ശരിക്കും ഇങ്ങനെ ഒരു ഇതിലാണ് ഈ ലയനൊക്കെ ഇട്ടേക്കുന്നത് ഇവര്. പിന്നീട് ഞങ്ങൾ കുരങ്ങന്മാരുടെ സെക്ഷനിലേക്കാണ് പോയത്. ഹമാഡ്രിയാസ് ബാബു എന്നാണ് ഇവരെ പറയുന്നത്. ശരിക്കും ഇവർ ആഫ്രിക്കയിലും അറേബ്യൻ പ്രദേശങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത് കൂടുതലും. പിന്നെ ഇതെന്ന് പറയുന്ന അറേബ്യൻ വോൾഫാണ്. ഇത് ശരിക്കും കാണപ്പെടുന്നത് ഒമാൻ, ജോർദൻ എന്ന് പറഞ്ഞ പ്ലേസിലൊക്കെയാണ്. അത്യാവശ്യം കാണാനായിട്ട് നമ്മുടെ നാട്ടിലെ പട്ടിക്കുട്ടികളെ പോലെ ഉണ്ടല്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നി കേട്ടോ. ആ മങ്കി തുപ്പിയില്ലേ, എങ്ങനെയാണ് തുപ്പിയത്? വെള്ളം കൊടുത്തിട്ട് അങ്ങനെയാണ് തുപ്പിയത്. ആരമേത്ത് തുപ്പി? തുപ്പല്ലേ. ഇങ്ങോട്ട് കയറിയപ്പോൾ ആദ്യം കണ്ടത് പാമ്പിനെ ഇരുന്നു കേട്ടോ. ബട്ട് ഇത് വലിയ അനക്കമൊന്നും ഇല്ലാണ്ട്, നമ്മളൊന്നും വലിയ മൈൻഡൊന്നും ഇല്ലാണ്ട് കിടക്കായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നിയിരുന്നു. ഇതിൻ്റെ പേരാണ് കോമൺ മാർമോസെറ്റ് എന്ന് പറയുന്നത്. ബ്രസീലിലൊക്കെ ഉള്ള ഫോറസ്റ്റ് ഏരിയസിലൊക്കെയാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ വാഴ 2 കണ്ട ഒരു ഫീല് തോന്നിയായിരുന്നു. അടുത്തത് ബ്ലാക്ക് ടഫ്റ്റഡ് മർമോസെറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു കുരങ്ങിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. കാണുമ്പോൾ മുഖമൊക്കെ കാണുമ്പോൾ ഒരു കുരങ്ങൻ്റെ ഒരു ഇത് തോന്നിയിരുന്നു.
എങ്ങനെ കഴിച്ചേ? എങ്ങനെയാണ് മാൻ കഴിക്കണത്? ഞം 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 അങ്ങനെ കഴിച്ചേ? നമ്മളിനി ഓസ്ട്രിച്ചിനെ കാണാൻ പോവുകയാണ്. ഓസ്ട്രിച്ച് പക്ഷേ കൊച്ചിനെ കഴിക്കണം കൊണ്ടേ. ഇന്ന് കൊറേ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. മുട്ടയുടെ അല്ലേ? ഇനി ഞങ്ങൾ നൈനു ബേബീനെ കളിക്കാനായിട്ട് വിടുകയാണ്. അവളുടേതായ സ്പേസ്. അൽക്കോർ പാർക്കിന്റെ വീഡിയോസ് കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വീട്ടിൽ പോവാണ്. ചാറ്റ കൊടുത്തിനു ചാച്ചാ. പിന്നെ കാണാന്ന് പറഞ്ഞേ. പിന്നെ ഓക്കെ.